845,896ന്റെ 845 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റൂൾ 9 അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. സാധാരണ നമുക്കറിയാം ആദ്യത്തെ 2 ഡിജിറ്റ് ഇക്വൽ ആവുകയും ഡിവൈസിന്റെ സെക്കൻഡ് ഡിജിറ്റ് വലുതാകുന്ന കേസിലാണ് നമ്മൾ റൂൾ 9 അപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇക്വൽ ആകുന്ന കേസും പറഞ്ഞിട്ടുണ്ട്. ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് റൂൾ 9 അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം റൂൾ 9 അപ്ലൈ ചെയ്തിട്ട് ഈ കറക്റ്റ് ആൻസർ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 845 അതായത് നമുക്ക് ഇത്രയും സെക്കൻഡ് റോഡിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടാൽ നമുക്കറിയാം ഇത് സെക്കൻഡ് റോഡിലാണ് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റ് റോഡ് സെക്കൻഡ് റോഡ്. അപ്പോൾ ഇവിടുന്ന് 8 4 5 8 9 6 നമ്മൾ 2ലേക്ക് ക്വസ്റ്റ്യൻ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. 845 896. ഓക്കെ, ഇനി റൂൾ 9 അപ്ലൈ ചെയ്യാൻ പറയുന്നത് എവിടെയാണോ ക്വസ്റ്റ്യൻ ഉള്ളത് അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലായിട്ട് ഒരു 9 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 9 ആഡ് ചെയ്തതിന് ശേഷം ഡിവൈസിൻ്റെ ഓരോ ഡിജിറ്റും മൈൻഡിലാണ് വെക്കുന്നത് ഓർമ്മിക്കണം. അപ്പോൾ ഈ 9നെ ആദ്യത്തെ ഡിവൈസിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യും. പിന്നെ 9 എന്ത് ചെയ്യണം, സെക്കൻഡ് ഡിജിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂ വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ലെസ് ചെയ്യണം. പിന്നെ 9 ഡിവൈസിൻ്റെ തേർഡ് ഡിജിറ്റ് ആയിട്ട് 9 മൾട്ടിപ്ലൈ ചെയ്യും. കിട്ടുന്ന വാല്യൂ ക്വസ്റ്റ്യന് ലെസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ 9 ഓൾറെഡി നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ ലെഫ്റ്റിലായിട്ട് നമ്മൾ 9 പ്ലേസ് ചെയ്തു. ഇനി 9 അപ്പോൾ എവിടെയാണ് നമ്മൾ 9 പ്ലേസ് ചെയ്തത് അതിന് തൊട്ടടുത്തുള്ള 2 റോഡ് ക്വസ്റ്റ്യൻ റോഡായിട്ട് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യും. അപ്പോൾ ഇതിന് നമുക്ക് വരുന്ന 84ലെ നമ്പറാണ്. അതായത് നമ്മൾ ഈ 2 റോഡാണ് ക്വസ്റ്റ്യൻ റോഡായിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ 9 ഫസ്റ്റ് നമുക്ക് 8 ചെയ്യണം. അപ്പോൾ 9 × 8 72 ആണ്. അപ്പോൾ ഈ 84ന് 72 ലെസ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് 7ഉം ഇവിടുന്ന് 2 ലെസ് ചെയ്യുക. എവിടെയാണ് എൻ്റെ ചെയ്തത് അതും തൊട്ടടുത്ത റോഡിന് ക്വസ്റ്റ്യൻ റോഡായിട്ട് മാറുന്നറിയാം. അപ്പോൾ 25 ഉണ്ടെന്ന് ഓർമ്മിക്കണം. അപ്പോൾ 9 × 4 36 ആണ്. പക്ഷെ നമുക്കിവിടെ ഇവിടുന്ന് 3 ലെസ് ചെയ്യണം. ഡയറക്റ്റ് നമുക്ക് ലെസ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് 10 ആഡ് 7. ഇവിടുന്ന് 6 ലെസ് ചെയ്യാൻ ലെസ് 10 ആഡ് 4. ഡിഫറെൻറ്റ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തു. ഇവിടെ എൻ്റെ ചെയ്തു. ഇനി ഇത് രണ്ടാം നമ്മൾ ക്വസ്റ്റ്യൻ റോഡാന്ന് ഓർമ്മിക്കുക. ഇനി 9 × 5 45. ഇവിടുന്ന് 4ഉം ഇവിടുന്ന് 5 എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടിയ ബാക്കി അപ്പോൾ അതായത് നമ്മൾ 9 ഈ 3 ഡിജിറ്റിനെയും കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തു. കിട്ടിയ വാല്യൂ ക്വസ്റ്റ്യൻ റോഡിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന നമ്പർ 85396 ആണ്. 85396 വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ 845 ചെയ്യണം. കാരണം നമ്മുടെ ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസിനേക്കാൾ വലുതായതുകൊണ്ട് നമ്മൾ വീണ്ടും ഡിവിഷൻ ചെയ്യണം. അപ്പോൾ ഓർമ്മിക്കുക, ഇവിടെ നമുക്ക് നോക്കിയേ ആദ്യത്തെ 2 ഡിജിറ്റ് ഈക്വൽ ആണ്. പക്ഷെ ഇത് നമുക്ക് ഇതിനേക്കാൾ വലുതാണ്. അപ്പോൾ വലുതായിട്ട് നമുക്ക് ഇവിടെ റൂൾ 9 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്തറിയാം, സാധാ മെത്തേഡ് ഫോളോ ചെയ്യാം. 8 8ഉം ഈക്വൽ ആകുന്ന സമയത്ത് ഇവിടെ ഓർമ്മിക്കാം 8 8 ഈക്വൽ ആകുന്ന സമയത്ത് നമ്മൾ തന്നെ ആൻസർ റോഡ് നൽകുന്നത് ഒരു റോഡ് ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ റോഡ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, തൊട്ടടുത്ത് ആൻസർ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഒരു റോഡ് റൈറ്റിലേക്ക് ജമ്പ് ചെയ്തിട്ടാണ് ആൻസർ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആൻസർ പ്ലേസ് ചെയ്യണമെന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഓർമ്മിക്കണം, ഇത് ആൻസർ റോഡായി നമ്മൾ സെലക്ട് ചെയ്താൽ ഇതായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ റോഡ്. അപ്പോൾ 0 8 ഇവിടെ ഉണ്ട്. 0 8 ഉണ്ടെങ്കിൽ ഇവിടെ ഓർമ്മിക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 8ൽ 8 എത്ര ടൈംസ്, 1 ടൈംസ്. ഇവിടെ 1 ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമുക്ക് 1 ആഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, ബിഗ് ഫ്രണ്ട് ഇക്വേഷൻ ആഡ് 10 ലെസ് 9. ഇവിടെ 1 ആണ് നമ്മളിപ്പം ഇനി 1 × നമ്മളിപ്പോൾ 1 ബീഡ്സ് ആഡ് ചെയ്തുകൊണ്ട് 1 × 8 ചെയ്യണം. 1 × 8 0 8. ഇവിടുത്തെ 8 നമ്മൾ ലെസ് ചെയ്തു. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ റോഡ്. അപ്പം പിന്നെ 1 × 4 അപ്പോൾ 0 4. അപ്പോൾ ഇവിടുന്ന് 4 ലെസ് ചെയ്യാൻ നമ്മൾ ലെസ് 5 ആഡ് 1. ഇനി 1 × 5 5 ആണ്. ഇവിടെ ഡയറക്റ്റ് 5 അപ്പോൾ ലെസ് ചെയ്യാം. അപ്പോൾ ലെസ് 10 ആഡ് 5. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി വരുന്ന ലെഫ്റ്റ് ചെയ്യുന്ന നമ്പർ 896 ആണ്. 896 ഡിവൈഡഡ് ബൈ 845. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് റൂൾ 9 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യത്തെ 2 ഡിജിറ്റ് ഈക്വൽ ആണ്. പക്ഷേ ഡിവൈസിൻ്റെ രണ്ടാമത്തെ ഡിജിറ്റ് ചെറുതാണെന്ന കേസിൽ നമുക്ക് എന്തെങ്കിലും റൂൾ 9 അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സാധാ മെത്തേഡിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ റോഡ് കണ്ടിരിക്കുക. ആദ്യത്തെ 2 ഡിജിറ്റ് ഈക്വൽ ആകുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ആൻസർ ചെയ്യാൻ പാടില്ല. ഒരു റോഡ് റൈറ്റിലേക്ക്
ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്തിട്ടാണ് എന്താണ്ടത് ആൻസർ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ റോഡ്. അപ്പോൾ ആൻസർ റോഡ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റോഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് 8 ഡിവിഷൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് മൈൻഡിൽ വെക്കുക. അപ്പോൾ 0 8 8 എത്ര ടൈംസ്? 1 ടൈംസ്. ഇവിടെ 1 ഇൻറ്റു 8 0 8. ഇവിടുത്തെ 8 നമ്മൾ ലെസ് ചെയ്യും. പിന്നെ ഈ 1നെ സെക്കൻഡ് ഡിജിറ്റ് മാറ്റുമ്പോൾ 1 ഇൻറ്റു ഇവിടെ എൻഡ് ചെയ്തു. അപ്പോൾ ഇതൊന്നും ക്വസ്റ്റ്യൻ റോഡായി മാറി. 1 ഇൻറ്റു 4 4 ആണ്. അപ്പോൾ 0 4 ഇവിടെ ലെസ് ചെയ്തു. ഇനി 1 ഇൻറ്റു 5 5 ആണ്. 0 5 ഇവിടുത്തെ. അപ്പം നമുക്ക് വരുന്ന ആൻസർ നോക്കാം. ഇനി 51 ആണ് ലെസ് ചെയ്യുന്നത്. അതായത് 3 ഡിജിറ്റിനെ പരിഗണിക്കുമ്പോൾ ലെസ് ചെയ്യുന്നത് എന്താ? 51 ആണ്. 51 മീൻസ് നമുക്കറിയാം ഈ 51 എന്നത് 845നേക്കാൾ ചെറുതായതുകൊണ്ട് ഡിവിഷൻ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ റോഡിൽ ക്വസ്റ്റ്യൻ ഫുൾ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഡിവൈസിനേക്കാൾ ചെറിയ നമ്പർ ആയിട്ട് മാറണം. ഇപ്പോൾ 51 എന്നുള്ളത് ഡിവൈസിനേക്കാൾ ചെറിയ നമ്പറാണ്. ഡിവൈസർ 845 ആണ്. ഇവിടെ വരുന്ന നമ്മൾ ആൻസർ നോക്കാം. 1001 ബ്രാക്കറ്റ്, ഇവിടുന്ന് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. 051 അതായത് 51 ആണ് എന്ത് റിമൈൻഡർ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ആൻസർ റൂൾ 9 നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് 1001 റിമൈൻഡർ 51. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്യാം. 654 ഡിവൈഡ് ബൈ 65 നിങ്ങൾ എന്ത് ചെയ്യുക, റൂൾ 9 അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ട്രൈ ചെയ്യാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.